എല്ലാ പ്രേക്ഷകർക്കും സഞ്ചാരം പരിപാടിയിലേക്ക് സ്വാഗതം. ചരിത്രമുറങ്ങിക്കിടക്കുന്ന കണ്ണൂരിൻ്റെ മണ്ണിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. ഇവിടുത്തെ സവിശേഷത നഗരത്തിലെ റോഡുകൾ തന്നെയാണ്. ഇവിടെ ടാർ ചെയ്ത റോഡ് ഏറിയാൽ ഒരാഴ്ച വരെ അങ്ങനെ കിടക്കും. പിന്നീട് ഒരു പ്രത്യേക രീതിയിൽ റോഡിൽ കുഴി രൂപപ്പെടും. അത് കാണാൻ രസമാണ്. ആ കാഴ്ച ഇവിടുത്തുകാർക്ക് ഒരു ആവേശമാണ്. ഏറ്റവും രസകരമായ കുണ്ടുകളും കുഴികളും കാണണമെങ്കിൽ ടൗണിൽ നിന്ന് അല്പം മാറി സഞ്ചരിക്കണം. അതു കാണാനായി സിറ്റി എന്ന പ്രദേശത്തേക്കുള്ള ബസ്സിൽ ഞാനും എൻ്റെ ക്യാമറമാനും കയറി. കാഴ്ചകൾ ചിത്രീകരിക്കാനായി ഞങ്ങൾ ബസ്സിൻ്റെ പിൻസീറ്റിൽ തന്നെ ഇടം പിടിച്ചു. ഫുട്പാത്തുകൾ വഴിയോര കച്ചവടക്കാർ കൈയടക്കിയിട്ടുണ്ട്. യാത്രക്കാർ റോഡിലൂടെയാണ് നടക്കുന്നത്. എങ്ങും ഹോൺ മുഴക്കം. ബസ് യാത്ര പുറപ്പെട്ടു. അല്പം മുന്നോട്ട് പോയപ്പോൾ വല്ലാത്തൊരു കുലുക്കം അനുഭവപ്പെട്ടു. പുറത്തു നോക്കിയപ്പോൾ എല്ലാ വാഹനങ്ങളും കുലുങ്ങിക്കൊണ്ടുവരുന്നത് കാണാനായി. സാഹസിക യാത്രയ്ക്ക് ഇവിടുത്തുകാർക്ക് എവിടെയും പോകേണ്ട കാര്യമില്ലെന്ന് മനസ്സിലായി. അധികൃതരെ ഇടയ്ക്കിടെ യാത്രക്കാർ പുകഴ്ത്തുന്നുണ്ടായിരുന്നു. കേട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെവി പൊത്തി. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒന്ന് ഇവിടെ നടന്നു കാണാൻ തന്നെ തീരുമാനിച്ചു. ബസ് കുറച്ചകലെ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇരുവശങ്ങളിലും പ്രകൃതിരമണീയമായ കാഴ്ച. ഇവിടെയുള്ള കുഴികൾക്കൊരു പേരുണ്ടത്രേ, നരകക്കുഴികൾ. ബസ്സിലുള്ളവർ ഒരു കളിയിലേർപ്പെട്ടിരിക്കുന്നത് അപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റോഡിലെ കുഴികൾ എണ്ണി കളിക്കുകയാണ് ഇവർ. ഇവിടുത്തുകാർക്ക് ഇതൊരു വിനോദമാണ്. കാടുകളും മലകളും ഒന്നുമില്ലാത്ത സ്ഥലമായതുകൊണ്ട് അധികൃതർ നഗരത്തിൽ തന്നെ ഇത്തരം സാഹസിക സംവിധാനങ്ങൾ ഒരുക്കിയതാണത്രേ. ബസ്സിനുള്ളിൽ പിടിവിട്ടാൽ യാത്രക്കാർ തെറിച്ചു പോകും. അതുകൊണ്ട് ഞാനും ക്യാമറമാനും ബസ്സിന്റെ കമ്പിയിൽ പിടിച്ചിരുന്നു. ഏതായാലും അധികം സാഹസം അനുഭവിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ സിറ്റിയിലെത്തി. യാത്രക്കാർ എന്തോ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. കുറച്ച് പുളിച്ചതാണ്. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഇവിടുത്തുകാർ നഗരഭരണാധികാരികളെ ഓർക്കുമത്രേ. സിറ്റിയിൽ നിന്നുള്ള യാത്രയാണ് ഏറ്റവും രസകരം. പഴയ ചെമ്മൺ പാതയെ ഓർമ്മിപ്പിക്കും വിധം വളരെ സാഹസികമായ ഒരു യാത്ര. ആടിയുലഞ്ഞാണ് ബസ്സുകൾ സഞ്ചരിക്കുന്നത്. സിറ്റി മുതൽ താഴെ ചൊവ്വ വരെ റോഡിൻ്റെ മനോഹാരിത ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. നടക്കുമ്പോഴാണ് കുണ്ടുകളുടെ ആഴവും ഭംഗിയുമൊക്കെ മനസ്സിലാവുക.